ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയാണ് സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാ സിനിമകളും കണ്ടു തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബസൂക്ക, ലപ്പുഴ, ജിംഖാന, ഗുഡ് ബാഡ് അഗ്ലി, മെരട 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 മാസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എന്ന് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയാം സുഹൃത്തുക്കളെ. അതിനു മുമ്പ് മരണമാസിനെ കുറിച്ചിട്ട് സംസാരിക്കട്ടെ. മെരട മാസ് ഒരു നൈസ് സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്ത് കണ്ടു തീർത്തൊരു സിനിമയാണ്. അതാണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് എനിക്ക് വളരെ 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 ചുരുക്കത്തിൽ പറയാനുള്ളത്. ചിരിക്കാനുള്ള വകുപ്പുണ്ട്. ചിരിക്കാനുള്ള വകുപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഇങ്ങോട്ട് തുടക്കം തൊട്ട് അവസാനം വരെ ഗുടുകൂടാന്ന് ഒട്ടേ ചിരിപ്പിച്ചിട്ട് അങ്ങനെ ശ്വാസം വിടാൻ സമയം തരാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊരു ഡാർക്ക് ഹ്യൂമറാണ്, മനസ്സിലായ? ഡാർക്ക് ഹ്യൂമർ സെറ്റപ്പാണ്. ഇതിൻ്റെ അകത്തുള്ള ഓരോ സീന് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നോർമലി ഇങ്ങനെ പോവുകയാണ്. അത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിരി വരും. അത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്കകത്ത് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ഐ ഡോണ്ട് നോ വൈ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറാണ്. നൈസ് ക്യാരക്ടർ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയും പിന്നെ നാഗസൈനാന്ദ്രി ഇതിൻ്റെ അകത്ത് എന്താ പറയുക, അപ്പിയർ ചെയ്യണമെന്നില്ല. പക്ഷെ അവരുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, അവരുടെ ഡയലോഗ്സും ഇതിൻ്റെ അകത്ത് കേൾപ്പിക്കുന്നുണ്ട്. അതായത് സുരേഷ് കൃഷ്ണയും നാഗസൈനാന്ദ്രിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചിരി വരും. അല്ലെങ്കിൽ അത് തന്നെ ഒരു ഫണ്ണിയർ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അത് സുരേഷ് കൃഷ്ണയും ഇവരും തമ്മിലുള്ള മൊമെന്റ്സ്, സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ എനിക്ക് നല്ല രീതിയിൽ വർക്കായി. പിന്നെ നമ്മുടെ രാജേഷ് മാധവൻ, യെസ്, മൂപ്പര് നല്ല ഗംഭീര ആക്ടറാട്ടോ. കിട്ടിലൻ ആക്ടറാണ് പുള്ളി. കിട്ടിലൻ ആക്ടർ എന്ന് പറഞ്ഞാൽ കിട്ടിലൻ ആക്ടർ. ഇതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടറാണ്. അത് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലിനെ കുറിച്ച് ഞാൻ എന്താ പറയുക, മിനിമം ഗ്യാരണ്ടി നടൻ, അത്രേ ഉള്ളൂ. മിനിമം ഗ്യാരണ്ടി നടനാണ്. ഞാൻ ഇപ്പുറത്തായിരിക്കണേ, ഇപ്പുറത്ത് കുറച്ച് ഫാമിലി ഈ സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇരുന്ന ഒരു ചേച്ചി, അവരുടെ ഫാമിലി അങ്ങനെ സംസാരിക്കുന്നത് കേട്ടാണ് ബേസിലിൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ വന്നതാണ്. ബേസിലിൻ്റെ സിനിമ നല്ലൊരു സിനിമയായിരിക്കും, ചിരിക്കാനുള്ള വകുപ്പായിരിക്കും എന്നവർ പറയുന്നത് കേട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കണ്ടേ, ആളുകൾക്ക് നല്ല രീതിയിൽ സ്വീകാര്യതയുള്ള നടനാണ് ബേസിൽ. അയാളെ കാണുന്ന സമയത്ത് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നേ. അയാളെ കാണുന്ന സമയത്ത് തന്നെ ഒരു വൈബാണ്, ഒരു സന്തോഷമാണ്. സീരിയസ്ലി, അറ്റ്ലീസ്റ്റ് എനിക്ക്. അയാൾ എത്രയും പെട്ടെന്ന് എന്താ പറയുക, ഇങ്ങനെ നടന്നാൽ പോരാ, എത്രയും പെട്ടെന്ന് ബേസിൽ അടുത്ത പടം മൂപ്പരെ ഡയറക്റ്റ് ചെയ്യണം. അത് കാണാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഞാൻ. കാരണം എന്തൊരു കഴിവുള്ള നടനാണ്, അല്ലെങ്കിൽ എന്തൊരു കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് പുള്ളി. നല്ല ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, അപ്ഡേറ്റഡ് ആണ്, ആളുകളുടെ പൾസ് അറിയാം. അപ്പോൾ അയാളുടെ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുക, അയാൾ ഡയറക്റ്റ് ചെയ്യുന്നത്. കാരണം അയാൾ തിരഞ്ഞെടുക്കുന്ന സിനിമകളുണ്ടല്ലോ, ആസ് ആൻ ആക്ടർ അയാൾ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ നല്ല നല്ല സിനിമകളാണ്, മനസ്സിലായി? നല്ല നല്ല സിനിമകളാണ്, നല്ല നല്ല ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുന്നു അയാൾ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണല്ലോ അയാൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നന്നാവണമുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു ആൾ ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ അയാൾ ഓഫ് കോഴ്സ് അയാളുടെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഗംഭീരമായിരിക്കുമല്ലോ. അപ്പോൾ അത് കാണാനുള്ളൊരു ആക്രമണത്തിലാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത്. ഇതിന് മുമ്പ് ചെയ്ത സിനിമകളൊക്കെ നല്ല ഗംഭീര സിനിമകൾ ആക്ച്വലി ആയിരുന്നു. അപ്പോൾ ബേസിലിൻ്റെ ഒരു ഡയറക്ടോറിയൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. തൽക്കാലം നീ കുറച്ചധികം ആക്ടിങ് ഒക്കെ ഒന്ന് ബ്രേക്ക് എടുക്കണ്ട. ഞാൻ നെഗറ്റീവായിട്ട് പറയണതല്ല, ബേസിൽ ഉഷാറാണ്, നൈസ് ആക്ടറാണ് പുള്ളി. പക്ഷേ മൂപ്പര് ബ്രേക്ക് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് മൂപ്പര് സ്വന്തം സിനിമ ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു പണിപ്പുരയിലേക്കൊന്ന് ഇറങ്ങണം എന്നാണ് ആസ് എ പ്രേക്ഷകൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊതിയാവുന്നു. പിന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ അകത്തൊരു അപ്പാപ്പൻ അഭിനയിച്ചിട്ടുണ്ട്, അയാളുടെ പേര് എനിക്ക് അറിയില്ല, ഐ ആം സോറി. അങ്ങേര് നൈസാട്ടോ, അങ്ങേര് നൈസാണ്. നല്ല ഐ എം ടോക്കിംഗ് അബൌട്ട് ഹിസ് ആക്ടിങ്, അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് അയാൾ ചെയ്തതിനെ കുറിച്ചല്ല. അയാൾ അടിപൊളിയാണ്, അയാൾ അടിപൊളി നടനാണ്. അങ്ങേരുടെ പേര് എനിക്ക് അറിയില്ല. പിന്നെ ബാബു ആൻ്റണി ഉണ്ട് ഇതിൻ്റെ അകത്ത്. മൂപ്പർക്ക് കൊടുത്ത റോള് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ പേരെന്താടാ പെൺകുട്ടിയുടെ, എനിക്കതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് അൻഷി അങ്ങനെ എന്തോ അല്ലേ,
അഷ്നിമ, അനിഷ്മ, യെസ് അനിഷ്മ, പേര് ഞാൻ മറക്കില്ല അനിഷ്മയുടെ പേര്, അനിഷ്മ. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കാണുന്ന സമയത്ത് തന്നെ എന്ത് രസമാണ്. അവരും ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ആക്ച്വലി മറ്റേ അയാം കാതലൻ സിനിമയിലെ നെസ്ലിൻ്റെ കൂടെ അഭിനയിച്ച ആ ഒരു സിനിമ തൊട്ട് തന്നെ അവരെ നോട്ട് ചെയ്യുന്നതാണ്. അവർ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്. നല്ലൊരു നടിയാണ് അവർ. ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിജു സണ്ണി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിൻ്റെ അകത്ത് എഴുത്തിലും കൂടിയിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട് ഓവറോൾ. മൂപ്പരാണെങ്കിൽ എല്ലാവരും അഭിനയിച്ചുള്ള എല്ലാ ആൾക്കാരും അവരവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു സിനിമ എനിക്ക് വർക്കായിട്ടുണ്ട്. ഞാൻ പറയുന്നത് വീണ്ടും ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ ടേസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. എനിക്കിത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ആരും എനിക്ക് അറിയില്ല. ഡാർക്ക് ഹ്യൂമർ പരിപാടികളാണത്. അതാണ് അതിൻ്റെ ഒരു ഈ ഒരു സിനിമയുടെ ഒരു രസം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ കാണിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ആ സീന് കാണിച്ച സമയത്ത് തന്നെ ഈ ഒരു സിനിമ എങ്ങനെ പോകുന്നേ, ഈ സിനിമയുടെ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സംഗതി മനസ്സിലായി. എങ്ങനെ ഇത് പോകാൻ വേണ്ടി പോകണമെന്നുള്ളത് മനസ്സിലായി. അത് നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വർക്കായാൽ തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ രീതിക്കാണ് എൻജോയ് ചെയ്തത്. അപ്പോൾ തുടക്കത്തിൽ കാണിക്കുന്ന സീൻ അല്ലെങ്കിൽ തുടക്കം തൊട്ട് ഇങ്ങനെ പോണ പോക്ക് തൊട്ടേ നിങ്ങൾക്ക് അഥവാ സംഗതി വർക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു തുടക്കം തൊട്ട് തന്നെ നിങ്ങൾക്ക് സംഗതി വർക്കായിട്ടില്ല, ഇതെന്തൊക്കെയാണ് ഈ കാണിക്കണേ, എന്താ ഈ പരിപാടി എന്നൊരു തോട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നിങ്ങൾക്ക് വർക്ക് ആകുമോ, പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഐ ഡോണ്ട് നോ എന്നുള്ളതാണ്. പിന്നെ ബേസിലിൻ്റെ ഇൻട്രോ സീനൊക്കെ നല്ല നൈസായിരുന്നു. നല്ല നൈസ് ഇൻട്രോ സീനായിരുന്നു, നൈസ്. പിന്നെന്താണ് പിന്നെ 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 ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മയിലുള്ളത്. പിന്നെ സംസാരിക്കാൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിപ്പോകും. സോ ഇത്രേ പറയാനുള്ളൂ. ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഐ എം സോറി. എന്തായാലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല നൈസ് സിനിമ, എൻജോയ് ചെയ്ത് കണ്ടുതീർത്തൊരു സിനിമ. ആൻഡ് എനിക്ക് ആക്ച്വലി ഈ ഇറങ്ങിയ 4 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ പറയുന്നുള്ളൂ, ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആലപ്പുഴ ജിംഖാനയാണ്. അതിനർത്ഥം ബാക്കിയുള്ളതൊക്കെ മോശം എന്നല്ലാട്ട. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ആലപ്പുഴ ജിംഖാനയാണ്. അത് തിയേറ്റർ തന്നെ ഫുള്ളി പാക്ഡ് ആയിരുന്നു. തിയേറ്റർ ആൾക്കാർ കൈയടിക്കാൻ റെഡിയായി, കൈയടിച്ച് അർമാദിച്ച് ഓരിത്തിരിച്ച് കണ്ടൊരു സിനിമയാണ്. ആ കൂട്ടത്തിൻ്റെ പണി ഞാനും ഇരുന്ന് കണ്ടത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഓളമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. അപ്പോൾ അതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മലയാള മാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.